ഓരോ മൺകുടങ്ങൾ ഉണ്ടാക്കുമ്പോഴും കൂടുതൽ ഭംഗിയാക്കി ഉണ്ടാക്കുവാൻ അയാൾ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന മൺകുടങ്ങളെല്ലാം പെട്ടെന്ന് വിറ്റഴിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ അയാൾ വളരെ ഭംഗിയുള്ള 3 വലിയ മൺകുടങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇത് വാങ്ങുവാൻ പെട്ടെന്ന് ആള് വരും എന്നായിരുന്നു അയാളുടെ പ്രതീക്ഷയെങ്കിലും മാസങ്ങളോളം ഇത് വിറ്റഴിക്കാതെ അവിടെ തന്നെ ഇരുന്നു. നിരാശരായ 3 മൺകുടങ്ങൾ തമ്മിൽ പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഏതെങ്കിലും വലിയ സമ്പന്ന കുടുംബത്തിലെ അലമാരയിൽ എന്നെ നോക്കുന്നവരെയെല്ലാം ആസ്വദിപ്പിക്കത്തക്ക രീതിയിൽ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എന്തു ചെയ്യാം, എന്നെ കൊണ്ടുപോകാൻ ആരും വന്നില്ല. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ഞാനും വളരെ നിരാശനാണ്. ഏതെങ്കിലും വലിയ സമ്പന്ന കുടുംബത്തിലെ സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിക്കുന്ന ഒന്നായി മാറണം. അങ്ങനെ സ്വർണ്ണ തിളക്കത്തോടെ അവരെ സന്തോഷിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എന്നെ കൊണ്ടുപോകാനും ആരും വന്നില്ല. അപ്പോൾ മൂന്നാമൻ പറഞ്ഞു, എന്നെയും കൊണ്ടുപോകാൻ ആരും വരാത്തതിൽ ഞാനും നിരാശനാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷ കൈവിടാറായിട്ടില്ല. നാം ഉപയോഗശൂന്യരാണ് എന്ന് വിധി എഴുതുവാൻ ഇത്രയും മാസങ്ങൾ പോരാ. തൊട്ടടുത്ത മാസമായപ്പോൾ ഗ്രാമത്തിൽ വല്ലാത്ത വേനൽക്കാലം വന്നു ചേർന്നു. കിണറുകളെല്ലാം വറ്റിവരണ്ടു. അപ്പോഴാണ് ഗ്രാമത്തലവൻ്റെ ശ്രദ്ധയിൽ ഈ 3 വലിയ മൺകുടങ്ങൾ പെട്ടത്. അദ്ദേഹം ഓടി വന്ന് ഈ 3 മൺകുടങ്ങൾ വാങ്ങി ഗ്രാമത്തിലെ 3 സ്ഥലങ്ങളിലായി വച്ചുകൊണ്ട് അയൽ ഗ്രാമങ്ങളിൽ പോയി വെള്ളം സമാഹരിച്ചു കൊണ്ടുവന്ന് ഇതിൽ ഒഴിച്ചു വയ്ക്കാൻ തുടങ്ങി. തണുത്ത ശുദ്ധജലം വിതരണം ചെയ്യുന്ന ആ കർമ്മം ഏറ്റെടുത്തപ്പോൾ ഒരുപാട് പേർ ദാഹശമിപ്പിക്കുവാനായി നമ്മളെ ഉപയോഗിക്കുന്നു, നമ്മളെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സന്തോഷം വരുന്നു എന്ന ആ കാഴ്ചയിൽ നിന്നും ആ 3 മൺകുടങ്ങളും ആത്മനിർവൃതി അടഞ്ഞു എന്നുള്ളതാണ്. ചില സമയങ്ങൾ നമുക്ക് ദോഷകരമായി വന്നേക്കാം, ചില സമയങ്ങൾ നാം അവഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും നമുക്കും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, നമുക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമ്മുടെ സമയവും വന്നു ചേരും. നന്ദി.